പാലക്കാട്ട് കുട്ടികളുടെ ദുരൂഹമരണത്തിൽ CBIയോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പാലക്കാട് കൊല്ലങ്കോട് 12-കാരിയുടെ ദുരൂഹമരണം അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടു. സമാനമായ മറ്റ് 23 കേസുകളിൽ CBIയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, ഈ മറ്റ് 23 കേസുകൾ എന്നത് ഇതിൽ വലിയൊരു സംഖ്യയാണ്. അത്രയും അധികം പെൺകുഞ്ഞുങ്ങളുടെ ദുരൂഹമരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന് തോന്നുക. എന്തൊക്കെയാണ്? ഒപ്പം വാളയാർ കേസും പാലക്കാട് കൊല്ലങ്കോട്ടെ 12-കാരുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട്. പാലക്കാട് കൊല്ലങ്കോട്ടെ 12 വയസ്സുകാരിയുടെ ദുരൂഹമരണ കേസാണ് CBI അന്വേഷണത്തിനായി ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ മരണത്തിന് മുൻപ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവായിരിക്കുന്നത്. അതേസമയം ഇതിലെ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടന്ന മറ്റ് 23 കുട്ടികളുടെ മരണം സംബന്ധിച്ച് CBIയോട് വിശദമായ വിവര അന്വേഷണം അല്ലെങ്കിൽ വിവര ശേഖരണ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇതിൽ തുടർ നടപടികൾ എടുക്കേണ്ട കാര്യം ഹൈക്കോടതി തീരുമാനിക്കും. അതേസമയം ഈ സംഭവങ്ങളിലേക്കൊക്കെ നയിച്ചത് എന്ന് പറയുന്നത് പാലക്കാട്ടെ സഹോദരിമാരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസാണിത്. ഈ കേസ് അന്വേഷണം നടത്തിയ CBI നൽകിയ കുറ്റപത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ പാലക്കാട് ജില്ലയിൽ 13 വയസ്സിന് താഴെയുള്ള 28 കുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം കോടതിയുടെ മുൻപാകെ വന്നപ്പോൾ ചില സാമൂഹിക പ്രവർത്തകരും മനുഷ്യ സ്നേഹികളുമൊക്കെ ഇടപെട്ടു. അവർ പൊതു താൽപര്യ ഹർജി നൽകി. ഈ പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ മറ്റ് 28 കുട്ടികളുടെ മരണം സംബന്ധിച്ചുള്ള വിവര ശേഖരണം നടത്തി ആ വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ CBIയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. 2 മാസത്തിനുള്ളിൽ ഈ വിവരങ്ങൾ നൽകണം. ഈ വിവരങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചതിന് ശേഷമാകും, അല്ലെങ്കിൽ പരിശോധിച്ചതിന് ശേഷമാകും ഈ മരണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. സൂചിപ്പിച്ചതുപോലെ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണത്. 10 വർഷത്തിനുള്ളിലാണ് 13 വയസ്സിൽ താഴെയുള്ള 28 കുട്ടികളുടെ ദുരൂഹമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. CBI അന്വേഷിക്കട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നാൽ കേരളത്തിൽ പുറത്തെത്തുന്ന വലിയ നിർണായക വിവരങ്ങളിലേക്കാണ് എത്തുക. ഏതായാലും CBI കേസ് അന്വേഷിക്കുമെന്ന് ഉറപ്പാണ്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.